അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹധനീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഖുർആനിനെ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അതിലൂടെ നാളെ പരലോകത്ത് സ്വർഗം നേടാനുമൊക്കെയുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പഠിച്ചത്. അതിലെ ആദ്യത്തെ 5 ആയത്തുകൾ നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്കാണ്. 5 ആയത്തുകൾ എല്ലാവരും മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനഃപ്പാഠമാക്കിയവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് വരുമോ? ഓക്കെ, അൽഹംദുലില്ലാഹ്. ഓക്കെ 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 അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇത് നമ്മൾ 5 ആയത്തേ എത്തിയിട്ടുള്ളൂ. എങ്കിലും ആ ഒരു ഫസ്റ്റ് അതിൽ ഞാൻ പ്രത്യേകം നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. കാരണം ഓരോ തവണയും പഠിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം പഠിപ്പിക്കുന്ന ഒരാൾ എന്ന നിലക്ക്, അറിയിച്ചു തരുന്ന ഒരാൾ എന്നുള്ള നിലക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു ആവേശം, ഈ ഒരു താല്പര്യം ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും നിങ്ങൾക്കെല്ലാം എളുപ്പമായിരിക്കും. ഞാൻ ഇങ്ങനെ ഒരു ആമുഖം പറയണോ വേണ്ടയോ എന്ന് 2-3 തവണ ആലോചിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കോഴ്സുകളിലും ഇപ്പോൾ നമ്മൾ ഏകദേശം 1 മാസം കഴിഞ്ഞു. നമ്മൾ തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞ് അതിൻ്റെ പകുതിയോളായി 2-ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചു. ഏകദേശം ആളുകൾക്ക് ഇങ്ങനെ ഓരോ കാരണങ്ങൾ തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അതായത് പല ആളുകളും ഒരു കോഴ്സിലേക്ക് ചേരുമ്പോൾ ഒരു ആവേശത്തിൽ കയറുന്ന ആളുകളുണ്ടാവും. ആവേശത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറയല്ല. ഏതെങ്കിലും ഒരു പ്രസംഗം കേട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞു ഒരു ക്ലാസ് ഉണ്ട്, സൂറത്തുൽ ബഖറ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ന സൂറത്ത് പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ അന്ന് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ താല്പര്യത്തിൽ കയറുന്ന ആളുകളുണ്ടാകും. വേറെ ചില ആളുകളാവട്ടെ ഒന്ന് കയറി നോക്കാം, എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കുക. എല്ലാ ഗ്രൂപ്പിലും കയറും, എല്ലാ ക്ലാസ്സിലും കയറും, എല്ലാത്തിലും ഒന്ന് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അവർക്കൊന്നും തൃപ്തി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാം. ഒന്നിനും തൃപ്തി ഉണ്ടാവില്ല അവർക്ക്. മൂന്നാമത്തെ ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കയറും, താല്പര്യം ഉണ്ടാകും. പക്ഷെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ആ താല്പര്യം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ 3 വിഭാഗത്തിലും നിങ്ങൾ ഉൾപ്പെടല്ലേ എന്നൊരാഗ്രഹം എനിക്കുണ്ട്.
ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്താനോ ആക്ഷേപിച്ചുകൊണ്ടോ അല്ല പറയുന്നത്. നിങ്ങൾ റെഡിയാകുമ്പോൾ മാത്രമേ നിങ്ങൾക്കിത് പഠിയുള്ളൂ. ഞാൻ അങ്ങനെ പറയാനൊരു കാരണം, ഏകദേശം 11 ക്ലാസ്സുകൾ കഴിഞ്ഞ് ഓരോ തവണയും നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ എന്ന് എൻ്റെ വക, അതേപോലെ തന്നെ നിങ്ങളുടെ മെൻറ്റേഴ്സിൻ്റെ വക, ടീച്ചേഴ്സിൻ്റെ വക, ചിലപ്പോൾ അഡ്മിൻ്റെ വക, ഇങ്ങനെ പലരും മെസ്സേജ് അയച്ചും അതേപോലെ തന്നെ വിളിച്ചും വാട്സപ്പ് കോളും ശരിക്കുള്ള കോളും ഒക്കെ വിളിച്ചിട്ടും സമയമില്ലാത്ത ആളുകളുണ്ട്. സമയമില്ല, അവർക്ക് ഇതിനൊന്നും സമയമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഈ ഒരു കോഴ്സിലേക്ക് ചേർന്നത് എന്നത് അവർ സ്വന്തത്തോട് ചോദിക്കുക. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ അവരും ചിലപ്പോൾ കേൾക്കണമെന്നില്ല, ഇതിപ്പോൾ ആരോടൊപ്പം ഇതിൽ പറയാ എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ ആവരുത് എന്ന് പറയാനാണ്. ചില ആളുകൾ ചിലപ്പോൾ തിരക്കുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഫുൾ പഠിക്കാൻ കഴിയൂല, എനിക്ക് ക്ലാസ് മാത്രം കേൾക്കാനാണ് ഞാനുള്ളത്. വേറെ ചില ആളുകൾ പറയും എനിക്ക് ഹിഫ്ള് മാത്രം മതി, ക്ലാസ് ചിലപ്പോൾ ഞാൻ കേൾക്കലുണ്ടാവില്ല, എനിക്ക് ഹിഫ്ള് ഇങ്ങനെ എൻ്റെ നോക്കിയാൽ മതി. എന്താണോ നിങ്ങളുടെ ആഗ്രഹം, ആ ആഗ്രഹത്തിനനുസരിച്ചെങ്കിലും നമ്മളൊന്ന് ഇടപെടണ്ടേ? അപ്പോഴാണല്ലോ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അതല്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഇൻഷാ അല്ലാ ഈ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും ആളുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ആളുകൾ കുറയുന്നതിലുള്ള ഒരു പ്രയാസമല്ല ഇവിടെ പങ്കുവെക്കുന്നത്, മറിച്ച് നമ്മൾ ഏതൊരു ലക്ഷ്യത്തിലെത്തിയോ ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഒന്ന് നിങ്ങൾ മടങ്ങും. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താ ഉണ്ടാക്കുക എന്നറിയോ? നമ്മളെയും അത് ബാധിക്കും. നമ്മളെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒഴിവായിട്ടുണ്ടാകുക. അയാൾ ക്ലാസ് തന്നെ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ വേറൊരാൾ ചോദിക്കുമ്പോൾ പറയാ അതെ പോരാ, ക്ലാസ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ഉഷാർ കിട്ടണില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ, നമ്മൾ ഒരാളുടെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കേൾക്കാതെയും ആ ഒരു ഗ്രൂപ്പിൽ ഒരു ഇടപെടലും നടത്താതെയും ഒരു നിലക്കും അതുമായിട്ട് സഹകരിക്കാതെ പിന്നെ നമ്മൾ എങ്ങനെയാണ് അതിന് അഭിപ്രായം പറയുക എന്നുള്ളത് എനിക്ക് അറിയൂല. ഏതായിരുന്നാലും ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, ആമുഖമായിട്ട് ഇങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ നിങ്ങളുടെ ഈ താല്പര്യം കാരണം ഇന്നലെയൊക്കെ നിങ്ങൾ ഓരോരുത്തരും അയച്ച മെസ്സേജുകളും അതിൻ്റെ റിപ്ലൈകളും അതിൻ്റെ മാർക്കുകളൊക്കെ പലതും ടീച്ചേഴ്സ് അയച്ചു തന്നിരുന്നു. അപ്പം അതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ വളരെ താല്പര്യപൂർവ്വം ഇടപെട്ടിട്ടുണ്ട്. ഇനി അതിൽ ഒന്നുകൂടി പറയാം, പൂർണ്ണമായി മാർക്കില്ല എന്നുള്ളത് ഒരു പ്രശ്നം അതിലില്ല. നിങ്ങൾക്ക് 20ൽ 0 പോലും വളരെ സന്തോഷത്തോടു കൂടി മാത്രമേ നമ്മൾ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾ അറ്റൻഡ് ചെയ്തരോ എന്നുള്ളതാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പഠിച്ചു, നമ്മൾ നോക്കി, പക്ഷേ കിട്ടിയില്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല, കാരണം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് 85 വയസ്സുള്ള ആളുകളും ഇതിലുണ്ട്. 85 വയസ്സുള്ള ആളുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13-15 വയസ്സുള്ള ആളുകളും ഇതിലുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മളെല്ലാ കാര്യവും മനഃപ്പാടമാക്കുക എന്നൊന്നും ഇല്ല. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മളിന്ന് പറയാൻ പോകുന്നത് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 6, 7, 8 ആയത്തുകളാണ്. 6, 7, 8 ആയത്തുകൾ. നമുക്കിതിന് മുമ്പുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചത് കൊണ്ട് നമ്മൾ ഇനി അതിലേക്ക് പോകുന്നില്ല, എല്ലാവരും മനഃപ്പാടമാക്കിയിട്ടുണ്ടാകും. നമ്മൾ കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വേഗത്തിൽ ആയത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, എല്ലാവരും റെഡി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യം ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم. എല്ലാവരും ഓതണേ. إن الذين كفروا. ഇങ്ങനെ ഓതുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, അതെന്താ ബിസ്മി ചൊല്ലാത്തത് എന്ന്. നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സൂറത്തിന്റെ തുടക്കത്തിലാണ് ബിസ്മി ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ളത്, അല്ലെങ്കിൽ ഖുർആനിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇടയിൽ വെച്ച് ഓതുമ്പോൾ അഊദു മാത്രം ചൊല്ലിയാലും മതിയായതാണ്. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും أم. 2 آية. 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 2
أأنذرتهم أم لم تنذرهم أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة وعلى أبصارهم غشاوة ولهم عذاب عظيم. ومن الناس من يقول آمنا ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. നമ്മൾ അൽഹംദുലില്ലാ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ആദ്യത്തെ 5 ആയത്തുകൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് 6, 7, 8 ആയത്തുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ടുള്ളത് 6-ാമത്തെ ആയത്താണ്. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം. ആ ഓത്ത് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞു തരും, എങ്കിലും ഓർമ്മപ്പെടുത്തണം. ഇന്ന ഓതുമ്പോൾ ശ്രദ്ധിക്കണം, ആ നൂനിന് ഷെദ് ഉണ്ട്. ഇന്ന ആ ഷെദ് എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിന് ഷെദ് വന്നാൽ ആ അക്ഷരം 2 തവണ ഉച്ചരിക്കുന്നത് പോലെയാണ് പറയേണ്ടത്. ല ഇന്ന ഇങ്ങനെയാണ് പറയേണ്ടത്. ഇന്നല്ലദീന. പിന്നെ കഫറൂ, കഫറൂ എന്നല്ല ശരിക്ക്. അറബി ഭാഷയിൽ ക എന്ന ഉച്ചാരണമാണ് വരിക, ക എന്നല്ല. കരീം എന്നാ പറയാ, കരീം അല്ല. ക ക അല്ല, കെ കെ ഒരു ചെരിച്ചിട്ടാണ് ശരിക്കും പറയണത്. കെ എന്ന ഉച്ചാരണം. കരീം, അല്ലാഹു കരീമുൻ. കരീം. കുഫാർ, കാഫിർ, ഈ പ്രയോഗമാണ്. കാഫിർ അല്ല, ഖാ. അങ്ങനെയല്ല, ഖാ. വായ എങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കാ എന്നാ പറയാ, പക്ഷെ അറബിയിൽ കെ എന്ന കെ, ഈ ഒരു പ്രയോഗമാണ് ഉണ്ടാകുക. ഇന്നല്ലദീന കഫറൂ കഫറൂ സവാഉൻ സവാഉൻ. അവിടെ മദ്ദാണ്. മദ്ദിന്റെ ഓരോ ഇനങ്ങളുണ്ട്, നമ്മൾ അതിന്റെ പേരൊന്നും പറയണില്ല. നമ്മൾ ഇത്ര നോക്കുക, അതിൽ 2 ഭാഗം. വാ എന്നുള്ളതിന് ഫത്ഹ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മദ്ദും വന്നിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് നീട്ടി പറയണം. ഇന്നല്ലദീന കഫറൂ സവാഉൻ സവാഉൻ സവാഉൻ. സാധാരണ അ ഇ ഉ ഉൻ ആ പ്രയോഗം. സവാഉൻ. പിന്നെ അലൈഹിം അഅൻദർത. ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഒട്ടുമിക്ക ആളുകൾക്കും തെറ്റാറുള്ളത്, ഓതുന്ന സമയത്ത് സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും. അൻദർതഹും എന്ന് പറയാം, അൻദർത്തില്ല, അൻദർതഹും. അതൊരു ചോദ്യം ഉണ്ട് അവിടെ. അൻദർതഹും. രണ്ടും അങ്ങനെ തന്നെ. അൻദർത അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. നേരെ ശ്രദ്ധിക്കുക, ആയത്ത് അങ്ങനെ തന്നെ ഒത്ത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിന്റെ അർത്ഥത്തിലേക്ക് വരാം. ഇന്ന
നിശ്ചയമായും അല്ലെങ്കിൽ തീർച്ചയായും എന്നൊക്കെ പറയും. ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഉറപ്പിച്ച് എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. അല്ലദീന കഫറൂ, അല്ലദീന കഫറൂ, സത്യനിഷേധികൾ. കാഫിർ, കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു എന്നാണ്. കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു. കഫറൂ, അവർ നിഷേധിച്ചു. അല്ലദീന കഫറു, നിഷേധിച്ചവർ അല്ലെങ്കിൽ സത്യനിഷേധികളായിട്ടുള്ളവർ. സവാഉൻ, സമമാണ്. സവാ സവ, നമ്മൾ പറയില്ലേ സവാ സവ, ചിലപ്പോൾ പദങ്ങളിലൊക്കെ വരുന്ന ഒരു പ്രയോഗമാണ് സവാ സവ എന്ന് പറയും, ഒപ്പത്തിനൊപ്പം എന്ന് പറയും. അത് സമം, സവാ എന്ന് പറഞ്ഞ സമമാണ്. സവാഉൻ അലൈഹിം, അവരുടെ മേൽ സമമാണ്. ഇന്നല്ലദീന കഫറു, തീർച്ചയായും സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം സവാഉൻ അലൈഹിം, അവരുടെ മേൽ സമമാണ്. അഅൻദർതഹും, നീ അവരെ താക്കീത് ചെയ്തുവോ അല്ലെങ്കിൽ താക്കീത് ചെയ്താലും, അം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ലം തുൻദിറുഹും, അവരെ താക്കീത് ചെയ്തിട്ടില്ലെങ്കിലും. നേരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സത്യനിഷേധികളുടെ കാര്യം പറയാണ്. പ്രവാചകരെ, ആ സത്യനിഷേധികൾക്ക് നിങ്ങൾ താക്കീത് ചെയ്താലും താക്കീത് ചെയ്തിട്ടില്ലെങ്കിലും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നതല്ല. ഇതിനു മുമ്പ് നമ്മൾ ആദ്യം ഈ ആയത്തൊന്ന് മനസ്സിലാക്കുക. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകരെ അഅൻദർതഹും, നിങ്ങൾ അവർക്ക് താക്കീത് ചെയ്താലും, അം ലം തുൻദിറുഹും, നിങ്ങൾ അവർക്ക് താക്കീത് ചെയ്തിട്ടില്ലെങ്കിലും, സവാഉൻ അലൈഹിം, അവരുടെ മേൽ അത് സമമാണ്. ലാ യുഅ്മിനൂൻ, എന്താ കാരണം? ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കൂല, അവർ ഈമാനുള്ളവരല്ല, അവർ മുഅ്മിനാവൂല, അവർ വിശ്വാസിയാവൂല. ഇതാണ് 6ാമത്തെ ആയത്തിലുള്ളത്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതിനു മുമ്പുള്ള ആയത്തുകളിലൊക്കെ ആദ്യം നമ്മൾ അലിഫ് ലാം മീം എന്ന് പറഞ്ഞു, പിന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് വന്നു. പിന്നെ ആരാണ് മുഅ്മിൻ എന്ന് പറഞ്ഞു. 5ഓളം പ്രത്യേകതകൾ പറഞ്ഞിട്ട് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ഇങ്ങനെ ഓരോന്നെടുത്ത് 5 പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് ഈ ഒരു ഖുർആനിന്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഈ ഒരു ആയത്തിന്റെ പ്രത്യേകതയാണ്, ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ അറിയിക്കണം. പ്രത്യേകിച്ച് ഇതുവരെ പറഞ്ഞത് മുഅ്മിനീങ്ങളെ കുറിച്ചാണെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന 2 ആയത്തുകളിൽ പറയുന്നത് കാഫിറുകളെ കുറിച്ചാണ്. 6, 7 ആയത്തുകളിൽ പറയുന്നത് കാഫിറുകളെ കുറിച്ചാണ്. പിന്നെ 8 മുതലോ മുനാഫിക്കുകളെ കുറിച്ചാണ്. മുനാഫിക്കുകളെ കുറിച്ച് ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയമുണ്ട്. ഈ 3 വിഭാഗം ജനങ്ങൾ 3 വിധത്തിലാണ് ഉണ്ടാവുക. ഏത് ജനത്തിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ 3ൽ ഏതെങ്കിലും ഒന്നാണ് അവർ. ഏതെങ്കിലും ഒന്നേ ആവും, അതിനപ്പുറത്തേക്ക് പോവില്ല. ഏതെങ്കിലും ഒന്നേ ആവുള്ളൂ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത്, അത് കൃത്യമായി വിശ്വസിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതാണ് മുഅ്മിൻ. അതായത് പൂർണ്ണമായി കൊണ്ട് അവൻ വിശ്വാസിയായിരിക്കും, പൂർണ്ണമായി അവൻ വിശ്വാസിയാണ്. ഇതാണ് മുഅ്മിൻ. കുറച്ച് വിശ്വസിക്കുക, കുറച്ച് വിശ്വസിക്കാതിരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മുഅ്മിൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ പഠിച്ചല്ലോ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ആ വിശ്വാസ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കും. അത് മാത്രല്ല വയുഖീമൂനസ് സ്വലാ വയുഅ്തൂന സക്കാ, എല്ലാം ഉണ്ടാവും. നിസ്കാരം നിലനിർത്തും, സക്കാത്തും കൊടുക്കും, ഇതൊക്കെ ഉള്ള ആളുകളായിരിക്കും മുഅ്മിൻ. അതാണ് മുഅ്മിൻ, പൂർണ്ണമായ വിശ്വാസി. കാഫിർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പൂർണ്ണമായ അവിശ്വാസി. പൂർണ്ണമായ അവിശ്വാസി. അവൻ തുറന്നു സമ്മതിക്കും, ഞാൻ വിശ്വാസിയല്ല, നിങ്ങൾ പറഞ്ഞ അള്ളാഹുവിൽ എനിക്ക് വിശ്വാസമല്ല, നിങ്ങൾ പറഞ്ഞ ഇന്നത് എനിക്ക് വിശ്വാസമല്ല. അതിൻ്റെ കുറെ ഇനങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് വരാം. കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. 3ാമത്തെ ഒരു വിഭാഗമാണ് മുനാഫിഖ്. നേരെ ശ്രദ്ധിക്കുക, മുനാഫിഖ്. കാഫിർ എന്ന് പറഞ്ഞാൽ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി, സത്യം വിശ്വസിക്കുന്നവൻ, അതാണ് മുഅ്മിൻ. സത്യത്തെ വിശ്വസിക്കുന്നവൻ, സത്യം വിശ്വസിക്കുന്നവൻ, സത്യവിശ്വാസി. കാഫിർ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുന്നവനാണ്, സത്യത്തെ നിഷേധിക്കും, വേണ്ട എന്ന് പറയും. എന്നാൽ മുനാഫിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ ഒരു വിഭാഗമാണ് മുനാഫിക്ക്. മുനാഫിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏറ്റവും അപകടകാരിയായിട്ടുള്ള വിഭാഗം കപട വിശ്വാസി എന്ന് പറയാം. കപടനായിരിക്കും. പ്രകടമായിട്ട് അവൻ വിശ്വാസിയാണ്, എന്നാൽ അവൻ നാവ് കൊണ്ട് വിശ്വാസിയാവുകയും കൽബ് കൊണ്ട് വിശ്വാസത്തെ എതിർക്കുകയും ചെയ്യുന്നവനാണ്. അതാണ് മുനാഫിക്ക്. ഈ 3 പോയിന്റുകളും ക്ലിയർ ആണോ? അല്ലേ? ഈ 3 വിഭാഗത്തെ കുറിച്ച് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടോ? അല്ലേ? ഓക്കെ 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 കുറെ ആളുകൾക്കും എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ അൽഹംദുലില്ലാ. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവരെ കുറിച്ചാണ്. ഇതിനു മുമ്പ് നമ്മൾ മുഅ്മിനെ കുറിച്ച് പറഞ്ഞു. ഇനിയും ഇൻഷാ അല്ലാഹ് മുഅ്മിന്റെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്, നമുക്ക് അപ്പോൾ വിശദീകരിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കാഫിർ ആരാണ്, മുനാഫിക് ആരാണ്. ഒരു പക്ഷേ ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള, പല ആളുകളും ഇപ്പോഴും മനസ്സിലാക്കാത്ത, അതൊക്കെ ഇപ്പോൾ ഒരു കാഫിറാകോ, അത് ഇങ്ങനെ പറഞ്ഞാൽ കാഫിറാകോ, ഇങ്ങനെ ചെയ്താൽ കാഫിറാകോ, ഇങ്ങനത്തെ കുറേ സംശയങ്ങൾ ഒരു പരിധി വരെ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ രൂപത്തിലെങ്കിലും വിശദീകരിക്കാം. അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കാഫിർ ആരാണ്, കുഫ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ ചില ആളുകളൊക്കെ പറയും അത് അത് കാഫിരീങ്ങളുടെ സ്വഭാവമാണത്, ഇതെന്താ കാഫിരീങ്ങളെ പോലെ എന്നൊക്കെ പറയും. ഈ കാഫിർ 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 എന്ന് പറയുമ്പോൾ അതൊരു മോശം പദമായിട്ടാണ് പല ആളുകളും എണ്ണാറുള്ളത്. നമ്മുടെ നാട്ടിലെ ആളുകൾ പരസ്പരം വിളിക്കുന്ന ഒരു ചീത്ത വാക്ക് പോലെയാണ് കാഫിർ എന്നതിനെ ആളുകൾ കാണാറുള്ളത് സത്യത്തിൽ. എന്നാൽ മതത്തിൽ കാഫിർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, മറച്ചു വെക്കുന്നവൻ. കഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു എന്നാണ്, അല്ലെങ്കിൽ നിഷേധിച്ചു. കാഫിർ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നവൻ, സത്യത്തെ നിഷേധിക്കുന്നവൻ, അതാണ് കാഫിർ. അല്ലാതെ അതൊരു ചീത്ത വാക്കല്ല. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഓൻ ഇന്നെ കാഫിർ എന്ന് വിളിച്ചു, ഓന്നെ വളരെ മോശമാക്കി പറഞ്ഞു എന്ന്. ഒന്നാമത്തെ ഇവിടെ പരസ്പരം ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല. കാഫിറാണ്, ഇജ് കാഫിറാണ്, മറ്റോൻ കാഫിറാണെന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെ വിളിച്ച വലിയ കുറ്റാണ്, അതിൽ യാതൊരു സംശയമില്ല. ഒരാൾ മറ്റൊരാളെ കാഫിർ എന്ന് പറയാൻ പാടില്ല. എന്നാൽ ചില ആളുകൾ സത്യത്തെ നിഷേധിക്കുന്നവരാണ്. അവൻ പറയാണ് അല്ലല്ല, പരലോകല്ല, ദീനില്ല, ഇസ്ലാമില്ല, ഇതൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല, മുഹമ്മദ് നബിയെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അവൻ കാഫിർ തന്നെ, യാതൊരു സംശയമില്ല. അപ്പൊ നമുക്ക് കാഫിർ എന്ന് പറഞ്ഞു ചെയ്തിട്ട് പ്രശ്നമില്ല. നീ ചെയ്യുന്നത് കുഫറാണ്, അല്ലെങ്കിൽ നീ ഇപ്പൊ കാഫിറിന്റെ വർത്താനാണ് പറയുന്നത് എന്ന് പറയാം. അല്ലാതെ അവന്റെ പേരായിട്ട് കാഫിറെ കാഫിറെ എന്ന് വിളിച്ചടക്കണമെന്നില്ല. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാഫിർ എന്ന് പറഞ്ഞാൽ കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു, കാഫിർ നിഷേധിക്കുന്നവൻ. പിന്നെന്താ ഈ മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ സത്യത്തെ മറച്ചു വെക്കുക എന്നുള്ളതിനും കാഫിർ എന്ന് പറയും. അത് സത്യത്തെ മാത്രമല്ല, ഒരു കൃഷിക്കാരൻ വിത്ത് മറച്ചു വെക്കൂലേ. ഒരു കൃഷിക്കാരൻ ഇപ്പൊ ഈ ചിത്രത്തിൽ കാണല്ലോ, ഒരു കുഴി കുഴിച്ചിട്ട് അതിൽ വിത്ത് കൊണ്ടുവരും, എന്നിട്ട് അത് മൂടും. അറബി ഭാഷയിൽ ആ ഒരു കൃഷിക്കാരനും കാഫിർ എന്ന് പറയും, വിത്ത് മറച്ചു വെക്കുന്നവൻ എന്നർത്ഥത്തിൽ. ഈ നാട്ടിലുള്ള കൃഷിക്കാരൻ മുഴുവൻ കാഫിർ എന്ന് പോയി വിളിക്കല്ലേ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അതായത് ഒരു വസ്തു മറച്ചു വെക്കുക, അതാണ് ശരിക്ക് കാഫിർ എന്ന് പറഞ്ഞാൽ. എന്നാൽ മതപരമായിട്ട് കാഫിർ എന്ന് പറഞ്ഞാൽ സത്യത്തെ മറച്ചു വെക്കുക. അള്ളാഹും റസൂലും പറഞ്ഞത് എന്താണോ അതിനെ നിഷേധിക്കുക, അതാണ് കുഫർ. അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുക, അതാണ് കുഫർ. ഇവിടെ നമ്മൾ ആയത്ത് വായിച്ചു, ഇന്നല്ലദീന കഫറൂ, തീർച്ചയായും സത്യനിഷേധികളായിട്ടുള്ളവർ. അപ്പൊ അവിടെയാണ് നമ്മൾ പറയണത് സത്യനിഷേധി എന്ന് പറഞ്ഞാൽ, കാഫിർ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുന്നവനാണ്. അവൻ ചെയ്യുന്ന പ്രവർത്തനമാണ് കുഫർ. ആ പ്രവർത്തനം എന്താണ്? പ്രവർത്തനം അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുക, അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുക, ഇതാണ് കുഫർ. ഇത് ഒരുപാട് വിശദീകരിക്കാനുള്ള ഒരു ഭാഗാട്ടോ, ഒരുപാട് വിശദീകരിക്കാനുണ്ട്. നമുക്ക് ഇപ്പോൾ അതിന് സമയം ഇല്ല, നമ്മുടെ സമയവും ഒക്കെ കുറവാണ്. എന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ ബുധനാഴ്ചയിലെ രാവിലത്തെ ക്ലാസ് ഉണ്ടല്ലോ, അതിലിപ്പോൾ നമ്മൾ സൂറത്തു മസദാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ സൂറത്തുൽ കാഫിറൂൻ എത്തുമ്പോൾ ഇതൊക്കെ വളരെ വിശദമായിക്കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. കുഫർ പ്രധാനമായിട്ടും 2 വിധത്തിലുണ്ട്. കുഫർ 2 വിധത്തിലുണ്ട്. വലിയ കുഫറുണ്ട്, ചെറിയ കുഫറുണ്ട്. ഇത് നേരെ ശ്രദ്ധിക്കുക. പല ആളുകൾക്കും അറിയാത്ത, പല ആളുകളും അത്രയൊന്നും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കുഫർ 2 വിധത്തിലുണ്ട്. ഒന്ന് വലിയ കുഫറാണ്, 2 ചെറിയ കുഫറാണ്. അതായത് കുഫ്റുൻ അക്ബർ ഉണ്ട്, കുഫ്റുൻ അസ്ഗർ, സഗീർ, അസ്ഗർ. ഈ 2 രൂപത്തിൽ കുഫറുകളുണ്ട്.
അതിൽ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ കുഫ്ർ ഒരാൾ ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു. ഓന്റെ പേരെന്താണെങ്കിലും ശരി, ഓന് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പേര് അബ്ദുള്ള എന്നാണ്, ആ പേരാണ് ഓനക്കുള്ളതെങ്കിൽ പോലും ഓൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു. അവൻ ശാശ്വതരായി നരകത്തിൽ കടക്കും ചെയ്യും. അവന് ബാക്കി എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ഇനി അവൻ ഹജ്ജ് ചെയ്ത ആളാണെങ്കിൽ പോലും അതൊന്നും അള്ളാഹു സ്വീകരിക്കില്ല, ഒരമലും അള്ളാഹു സ്വീകരിക്കില്ല. അവൻ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അനന്തര സ്വത്ത് മുസ്ലിമായ അവന്റെ മക്കളോ അല്ലെങ്കിൽ ഇവൻ മകനാണെങ്കിൽ അവന്റെ വാപ്പയോ ആരും അനന്തര സ്വത്ത് എടുക്കാനും പാടില്ല. അവന്റെ സ്വത്ത് തടയും. അവന് പിന്നെ അനന്തരാവകാശം ഉണ്ടാവില്ല. ഒരു മുസ്ലിമായ വാപ്പ മരിച്ചു കഴിഞ്ഞാൽ കാഫിറായിട്ടുള്ള മകൻ എന്ത് ചെയ്യൂല, അനന്തരാവകാശം ഉണ്ടാവില്ല. ഇനി കാഫിറായ വാപ്പയാണ് മരിച്ചതെങ്കിൽ മുസ്ലിമായ മകനും അനന്തരാവകാശം എടുക്കാൻ പാടില്ല. അതാണ് വലിയ കുഫ്ർ എന്ന് പറഞ്ഞാൽ. നേരെ ശ്രദ്ധിക്കണം കേട്ടോ, ഈ ഭാഗം നല്ല ശ്രദ്ധിക്കണം. വലിയ കുഫ്ർ ഒരാൾക്ക് സംഭവിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. അയാൾ ശാശ്വതനായി നരകത്തിൽ കടക്കും. അയാളുടെ ഒരു അമലും സ്വീകരിക്കൂല. അയാൾക്ക് അനന്തരാവകാശം ഉണ്ടാവില്ല. എന്താണപ്പോ ഈ വലിയ കുഫ്ർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നിയത്? എന്തൊക്കെയാണ് വലിയ കുഫ്ർ എന്ന് പറഞ്ഞാൽ? എന്തൊക്കെ കാര്യം ഒന്ന് നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേ. ഷിർക്ക് കുഫ്റല്ല. ഷിർക്ക് വേറെയാണ്, കുഫ്ർ വേറെയാണ്. നിസ്കാരം എങ്ങനെയാണ്? അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അതിനാണ് ഷിർക്ക് എന്ന് പറയാം. ഇസ്ലാമിനെ നിഷേധിക്കുക, അത് ശരിയാണ്. ഓക്കെ, ഈ പിന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഷിർക്ക് എന്ന് പറയാം കേട്ടോ. ഷിർക്ക് വേറെയാണ്, കുഫ്ർ വേറെയാണ്. നേരെ ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ തൽക്കാലം ഒന്ന് നിർത്താം. ഷിർക്ക് വേറെയാണ്, കുഫ്ർ വേറെയാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാനെ ആരാധിക്കുന്ന ഒരാള് അള്ളാന്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർക്കാം, അതിനാണ് ഷിർക്ക്. ശരീക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളി, ഒന്നിന്റെ കൂടെ മറ്റൊന്ന് ചേർക്കുക. ഈ ഗൾഫിലുള്ള ആളുകൾ കേട്ടും ഷെരീക്ക എന്ന് കേട്ടിട്ടുണ്ടാവും. കമ്പനിക്ക് പറയുന്ന പേരാണ് കമ്പനി. ഒന്നോ രണ്ടോ ആളുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും, കുറെ ആളുകൾ ഉണ്ടാവില്ലേ, അതിനാണ് ഷെരീക്ക എന്ന് പറയാം. ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളെ ആരാധിക്കുക, അള്ളാഹിന്റെ കൂടെ മറ്റുള്ളവരെ ആരാധിക്കുക, അതിനാണ് ഷിർക്ക് എന്ന് പറയാം. എന്നാൽ കുഫ്ർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഒന്നുകിൽ അള്ളാനെ നിഷേധിക്കുക, അല്ലല്ല എന്ന് പറയും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ യുക്തിവാദി മുശ്രിക്കാണോ കാഫിറാണോ എന്ന് വെച്ചാൽ കാഫിറാണെന്നാ പറയാം. കാഫിറാണ്. കാരണം എന്താ? ഓന് മുശ്രിക്കല്ല, ഓൻ അള്ളാഹുൽ പങ്കു ചേർത്തിട്ടല്ല, ഓൻ അല്ല തന്നെ അല്ല എന്നാ പറയണേ. അപ്പൊ അല്ലല്ല എന്ന് പറയുന്നവൻ, മുഹമ്മദ് നബിയെ അംഗീകരിക്കൂല എന്ന് പറയുന്നവൻ, അല്ലെങ്കിൽ ഇസ്ലാമില് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കർമ്മത്തെ നിഷേധിക്കുക. നിസ്കാരം എന്നുണ്ട്, അപ്പൊ നമ്മൾ നിസ്കരിച്ചിട്ടാണല്ലോ ഇപ്പൊ അള്ളാഹ്ക്ക്, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കണില്ല. നിസ്കാരം നിഷേധിക്കണേ, നിഷേധിച്ചുകൊണ്ട് നിസ്കാരം ഒഴിവാക്കുക, എങ്കിൽ അയാൾ കാഫിറാണ്. എല്ലാവരും നോമ്പെടുക്കുക, അയാൾ പറയാൻ ഞാൻ നോമ്പെടുക്കൂല, ഞാനിപ്പോൾ ഇതിനെ നോമ്പെടുക്കേണ്ട ആവശ്യം, ഞാൻ പട്ടിണി അടക്കി, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊക്കെ പഠിച്ചോ സ്വർഗം തരണമെങ്കിൽ തന്നാൽ മതി, അയാൾ കാഫിറാണ്. ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു കാര്യത്തെ, ഇസ്ലാമിൽ പ്രധാനമായി പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ കാഫിറാക്കും. ഇവിടെ കപടവിശ്വാസി എന്ന ഒരാൾ എഴുതിയിട്ടുണ്ട്, അതല്ല, കപടവിശ്വാസി വേറെ വരുന്നുണ്ട് കേട്ടോ. ഇത് അല്ലല്ല എന്ന് പറയുക, മലക്കില്ല എന്ന് പറയുക, അതേപോലെ തന്നെ പ്രവാചകന്മാരില്ല എന്ന് പറയുക, പരലോകമില്ല എന്ന് പറയുക, പരലോകത്തിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കുക, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ കാഫിറായി പോകും. അതാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ, ഒരു നിസ്സാരമായ കാര്യമൊന്നും അല്ലത്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും തമാശക്ക് വേണ്ടിയിട്ടൊക്കെ ഇസ്ലാമിലെ ചില കാര്യങ്ങൾ അത് പിന്നെ സംസാരത്തിലൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടൊക്കെ പറയും. അതൊക്കെ കാഫിറായി പോകുന്ന കാര്യമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ഒരു വിഷയമാണ് ചെറിയ കുഫ്ർ എന്ന് പറയുന്നത്. ചെറിയ കുഫ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കുഫ്ർ തന്നെയാണ്, പക്ഷെ അയാൾ അത് ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാൾ ഇസ്ലാമൊന്നും പുറത്തൊന്നും പോകില്ല. അതേപോലെ തന്നെ അയാൾ ശാശ്വതരായി നരകത്തിൽ കടക്കുന്നു പറയാൻ പറ്റൂല. അയാൾ കുഫ്ർ ചെയ്തു, ആ കുഫ്റിനനുസരിച്ച് അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, എന്നിട്ട് അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അയാളുടെ മറ്റു അമലുകളൊന്നും അള്ളാഹു എന്ത് ചെയ്യൂല, അത് പിന്നെ ഒഴിവാക്കുന്നൊരവസ്ഥയൊന്നും ഉണ്ടാവില്ല, അതും സ്വീകരിക്കും. അയാളുടെ മറ്റു അമലുകളും ഇതിൽ വെക്കും.
അയാൾക്ക് അനന്തരാവകാശമൊക്കെ ഉണ്ടാകും. അയാൾ പിന്നെ മുസ്ലിമായിട്ട് തന്നെയാണ് പരിഗണിക്കുക. പക്ഷെ അയാൾ ചെയ്തത് കുഫ്റുൻ അസ്ഗറാണ്. ചെറിയ ഒരു കുഫ്ർ അയാളിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ചെറിയ കുഫ്ർ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഒരുപാട് പിന്നെ ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിലും ഖുറാന്റെ ആയത്തുകളിലൊക്കെ കാണാൻ പറ്റും. അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ ഒരാൾ നിഷേധിക്കുക. അള്ളാഹിന്റെ നിഅമത്തുകൾ ഒരാൾ നിഷേധിക്കുക. അള്ളാഹുവാണ് അയാൾക്ക് എല്ലാം കൊടുത്തത്. എല്ലാം കൊടുത്തത് അള്ളയാണ്. പക്ഷേ അയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ ഇന്റെ കഴിവാണ്, ഇന്റെ പരിശ്രമമാണ്, ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ഒരു വാക്കും അയാൾ പറയില്ല. അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വാക്കും ഉണ്ടാവില്ല. എല്ലാം എൻ്റെ കഴിവ്, എൻ്റെ ശ്രദ്ധ, ഇങ്ങനത്തെ പ്രയോഗങ്ങൾ അത് കുഫ്റാണ്. അള്ളാഹു അയാൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ നിഷേധിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ എതിർത്തിട്ടുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹിനോട് നന്ദി കാണിക്കണം. നിങ്ങൾ അള്ളാഹിനോട് നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നക്കും, നിങ്ങൾ ലഇൻ ശകർതും ലഅസീദന്നക്കും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അവിടെ ഈ ഒരു ചെറിയ കുഫ്രിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ കുഫ്രിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമാണ് പിന്നെ ഈ മയ്യത്തിന്റെ പേരിൽ നടക്കുന്ന അലമുറയിടൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുഫ്റായിട്ട് എണ്ണിയത്. എൻ്റെ ഈ ഉമ്മത്ത് ഒരിക്കലും ഒഴിവാക്കൂല എന്ന് സംശയം പ്രകടിപ്പിച്ച രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നബി പറയുന്നുണ്ട്. അതിലൊന്നെന്താ വെച്ച് കഴിഞ്ഞാൽ തറവാടിത്തം പറയുന്ന തറവാടിത്തത്തിൻ്റെയും ഗോത്രമഹിമയുടെ പേരും പറഞ്ഞിട്ടുള്ള ആ ഒരു മേന്മ പറയൽ. ഞാൻ ഇന്ന തറവാടാണ്, ഞാൻ ഇന്ന ഒരു കുടുംബക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കി പറയൽ. അള്ളാഹു അയാൾക്ക് നൽകിയ നിഅമത്തിനെ അയാൾ എന്ത് ചെയ്യാണ്? പെരുമ പറഞ്ഞ് ഒഴിവാക്കുക. അതേപോലെ തന്നെയാണ് പിന്നെ മയ്യത്തിന് വേണ്ടിയിട്ട് മയ്യത്തിന്റെ പേരിൽ അലമുറയിട്ട് കരയിൽ, നിഹായത്തുൽ മയ്യത്ത് എന്ന് പറയും. മയ്യത്തിന് ഒരാൾ മരിച്ചതിന്റെ പേരിൽ അലമുറയിട്ടിട്ട് നെഞ്ചത്തടിച്ചും മുടിയൊക്കെ പിടിച്ചിട്ട് വലിച്ചിട്ടുള്ള കരച്ചിലുണ്ടല്ലോ, അതൊക്കെ ഒരു കുഫ്റിന്റെ ഭാഗമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കുഫ്റായിട്ട് എണ്ണിയത്. അത് കുഫ്ർ എന്ന പേരിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സ്ത്രീകൾ കൂടുതൽ നരകത്തിലാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകം കണ്ടു. അതിൽ കൂടുതലും നരകത്തിൽ സ്ത്രീകളാണ്. സ്വർഗത്തിലും കൂടുതൽ സ്ത്രീകൾ തന്നെയാട്ടോ. സ്വർഗത്തിലും സ്ത്രീകൾ തന്നെ കൂടുതൽ, നരകത്തിലും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. അപ്പോ അത് എന്തിന്റെ പേരിലാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവര് പിന്നെ കുഫ്ർ കാണിച്ചതിന്റെ പേരിലാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അള്ളാഹിനോടുള്ള കുഫ്റാണോ അവർ പറയണത്, അവർ ചെയ്തത്? അപ്പൊ പറയേണ്ട അല്ല, അവരുടെ അശീറത്തിനോടാണ്, അവരുടെ ഭർത്താവിനോട്, ഇണയോടാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാരണം വരെ പറഞ്ഞു കൊടുത്തു. ഭർത്താവ് എല്ലാം ചെയ്തു കൊടുക്കും. ഏതെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അവൾ പറയും, മാ റഅയ്തു ഖൈറൻ ഖത്തു, നിങ്ങൾ എനിക്ക് എന്ത് നന്മ ചെയ്തെന്ന്, നിങ്ങൾ എനിക്കൊരു നന്മയും കണ്ടിട്ടില്ല, നിങ്ങൾ എനിക്കൊരു നന്മയും ചെയ്തെന്നിട്ടില്ല. ഈ തരത്തിൽ അവൾ പറയും. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുള്ളത്, കുടുംബത്തിലൊരു കല്യാണം നടക്കണം. ഭാര്യ പറഞ്ഞു എനിക്ക് പർദ്ദ വേണം, ആയിക്കോട്ടെ എന്നാ പർദ്ദ പിടിച്ചു കൊടുത്തു. എനിക്ക് മഫ്ത വേണം, ആയിക്കോട്ടെ മഫ്ത പിടിച്ചു കൊടുത്തു. എനിക്ക് ഇന്ന വേണം, ആയിക്കോട്ടെ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ് ചെരുപ്പ് വേണം എന്ന് പറഞ്ഞു, ആയിക്കോട്ടെ ചെരുപ്പും പഠിച്ചു. പിന്നെ അവള് പറയണം എനിക്കൊരു എല്ലാവരും ഉള്ളതല്ലേ, അപ്പൊ എനിക്ക് നല്ലൊരു ബാഗും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭർത്താവ് എന്ത് ചെയ്യാണ്? അയാളുടെ പേഴ്സ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്, അത് ഏകദേശം എല്ലാം കഴിഞ്ഞിരിക്കണം, ഇനി എൻ്റെ അടുത്ത് ഇപ്പൊ ഉള്ള ഇപ്പൊ എന്തൊക്കെ സാധനങ്ങൾ ഇപ്പൊ വാങ്ങി, പൈസ അല്ല എന്ന് പറയുന്നതോടുകൂടി ഈ പർദ്ദയും മഫ്തിയും ചെരുപ്പും ഒക്കെ കൂടി ആ മേശപ്പുറത്തുണ്ടിടും, അല്ലെങ്കിൽ ആ പിന്നെ കിടക്കയിലുണ്ടിടും. എന്നിട്ട് പറയും നിങ്ങൾ അല്ലെങ്കിൽ എന്നാണ് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ മേടിച്ചു തരാം. ഈ ഒരു പ്രയോഗം ഇത് ഞാൻ പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവർക്കെല്ലാം ചെയ്തു കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ഭാഗം കിട്ടിയിട്ടില്ലെങ്കിൽ അവൾ പറയുന്ന പ്രയോഗമാണ് മാ റഅയ്തു ഖൈറൻ ഖത്തു, നിങ്ങളിൽ നിനക്കൊരു നന്മ ഞാൻ കണ്ടിട്ടില്ല. നമ്മളാരും അങ്ങനെയല്ല, പക്ഷെ എന്നാൽ പോലും ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ, വാക്കുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, കാഫിർ എന്ന് പറയുമ്പോൾ അയാൾ ഇസ്ലാം നിന്ന് പുറത്തുപോയി എന്ന അർത്ഥത്തിലല്ല, പക്ഷേ അത് ഒരു കുഫ്റായിക്കൊണ്ട് ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു ഗൗരവം നമ്മൾ കാണിക്കണം എന്നുള്ള നിലക്കാണ് ഈ ഭാഗം ഇങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത്. എന്നാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ആളുകളെ കുറിച്ചാണ് ഇപ്പൊ ഈ പറഞ്ഞത്.
അതായത് ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ എന്ന് പറഞ്ഞത് ഇസ്ലാമെന്ന് പുറത്തുപോയ സത്യനിഷേധികളായ ആളുകൾ, ഇസ്ലാം സ്വീകരിക്കാത്തവരാണവർ, അല്ലെങ്കിൽ സത്യത്തെ നിഷേധിക്കുന്നവരാണവർ, അല്ലല്ല എന്ന് പറയുന്നവരാണവർ, പരലോകമില്ല എന്ന് പറയുന്നവരാണവർ. അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിലാണ് ഇപ്പൊ പറഞ്ഞത്. അവരുടെ കാര്യത്തിൽ പറയാണ് ഇന്നല്ലദീന കഫറൂ, തീർച്ചയായും സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം സവാഉൻ അലൈഹിം, അവരുടെ മേൽ സമമാണ്, അഅൻദർതഹും അം ലം തുൻദിർഹും, നിങ്ങൾ അവർക്ക് താക്കീത് ചെയ്താലും താക്കീത് ചെയ്തിട്ടില്ലെങ്കിലും ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളല്ല, അവർ വിശ്വസിക്കുന്നതല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക് കൂടിയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിരാശ ഉണ്ടാകുമല്ലോ, ഈ ആളുകൾ അങ്ങനെ പിന്നാലെ കൂടി വിളിച്ചിട്ടും അവരത് സ്വീകരിക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിരാശ ഉണ്ടാവൂലേ? അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവൂലേ, നിങ്ങളെ കുട്ടിനെ കുറേ തവണ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടും ദീനിന്റെ ഒരു വിഷയത്തിലേക്ക് വിളിച്ചിട്ടും ആ കുട്ടി അതിന് റെഡി ആവണില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുമല്ലേ? ഉണ്ടാകുമോ? അതോ സന്തോഷമാണോ? വിഷമം ഉണ്ടാവൂലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ? പിന്നെ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അതെല്ലാം കൂടി നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. ലാസ്റ്റ് ചോദ്യങ്ങൾ വന്നത് ലാസ്റ്റ് പറയാം. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളിതൊക്കെ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സത്യനിഷേധികളായ ആളുകൾ നിഷേധിച്ച കാരണത്താൽ, അവർ ഇസ്ലാം സ്വീകരിക്കാത്തതിൻ്റെ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് വലിയ ഒരു പ്രയാസം തോന്നി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ്. നബിയെ, നിങ്ങൾ ഓരോ വിളിച്ചാലും, അതായത് നിങ്ങൾ അവർക്ക് താക്കീത് നൽകിയാലും താക്കീത് നൽകിയിട്ടില്ലെങ്കിലും ഒന്നും ഒരു വിശ്വസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. കാരണം അള്ളാഹ്ക്ക് അറിയാം ഇവർ വിശ്വസിക്കോ ഇല്ലേ എന്നുള്ളത്, അള്ളാഹ്ക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം. അവിടെ ഈ ഒരു ആയത്താണ് ഈ ഇതിൽ ഒന്നാമത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ താക്കീത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാ പ്രവാചകന്മാരുടെയും പേരാണ്, അല്ലെങ്കിൽ അവരെ അള്ളാഹു തെരഞ്ഞെടുത്തത് മുന്തിറാണ്, മുബശ്ശിറാണ്. മുബശ്ശിറം ബ മുന്തിറ, അല്ലെങ്കിൽ ബഷീറം ബനദീറ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഖുർആനിലൊക്കെ ആയത്തുണ്ട് ബഷീറം ബനദീറ. ബഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്. നദീർ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകുന്നവൻ. ബഷീർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക. നദീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിനെ കുറിച്ച് താക്കീത് നൽകുക, നരകത്തെ തൊട്ട് താക്കീത് ചെയ്യാം. ഈ ആയത്ത് മനസ്സിലായിട്ടുണ്ടോ അല്ലേ? ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം. ഇനി അതിൽ എന്തെങ്കിലും ഭാഗമുണ്ടോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെഡി? ഓക്കെ, എന്നാൽ നമ്മൾ അടുത്ത 7-ാമത്തെ ആയത്തിലേക്ക് പോകണം. 7-ാമത്തെ ആയത്ത് ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഖത്തമ, ഹ ഹ ഹ, ഹ അല്ല, ഹത്തമല്ല, അത്തമല്ല, ആ അല്ല, ആ അല്ല, നമ്മളെ ഈ തൊണ്ടിന്ന് ഇങ്ങോട്ട് വരണം. നമ്മൾ കഫം എടുക്കുന്ന സമയത്ത് എന്ന് പറയില്ലേ, അതേപോലെ ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. ഈ സത്യനിഷേധികളെ കുറിച്ച് പറയാണ് ഖത്തമല്ലാഹ്. ഖത്തമല്ലാഹ്, ഖത്തമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീല് വെച്ചു, മുദ്ര വെച്ചു എന്നാണ്. ഖത്തമ, സീല് വെച്ചു. ഖത്തമല്ലാഹ്, അല്ലാഹു മുദ്ര വെച്ചു. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മേൽ, അവരുടെ മനസ്സുകളുടെ മേൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സുകളിൽ അല്ലാഹു മുദ്ര വെച്ചിരിക്കുന്നു, സീല് വെച്ചിരിക്കുന്നു. വഅലാ സംഇഹിം, അവരുടെ കാതുകളിലും, അഥവാ കേൾവിയിൽ. സംഅ എന്ന് പറഞ്ഞാൽ കേൾവി എന്നാണ്, ഇവിടെ കാത് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അവരുടെ കാതിലും അവരുടെ മനസ്സുകളിലും അള്ളാഹു മുദ്ര വെച്ചിരിക്കുന്നു. അത് മാത്രമല്ല വഅലാ അബ്സാരിഹിം ഗിശാവ, അവരുടെ അബ്സാർ, ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ച, ബസർ, ബസീർ അള്ളാഹിന്റെ പേരാണ്, കാഴ്ചയുള്ളവൻ അല്ലെങ്കിൽ കാണുന്നവൻ. അബ്സാർ ഇവിടെ ഉദ്ദേശിക്കുന്നത് അബ്സാർ, കാഴ്ചകൾ. അബ്സാരിഹിം, അവരുടെ കാഴ്ചയിൽ അല്ലെങ്കിൽ അവരുടെ കണ്ണുകളുടെ മേൽ ഗിശാവ, ഒരു മൂടിയുണ്ട്.
അവർക്ക് കാണാൻ പറ്റാത്ത രൂപത്തിലൊരു മൂടിയുണ്ട്, ഒന്നും കാണൂല. വലഹും അദാബുൻ അദീം, വലഹും അവർക്കുണ്ട്, അദാബുൻ ശിക്ഷയുണ്ട്, അദീമുൻ കനത്ത ശിക്ഷ, ഗൗരവപൂർണമായ ശിക്ഷ അവർക്കുണ്ട്. ഇവിടെ നേരെ ശ്രദ്ധിക്കുക, ഒന്ന് രണ്ട് ഭാഗങ്ങൾ അതിൽ പറയാം. ഒന്ന്, ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ മനസ്സുകളിൽ മുദ്ര വെച്ചിരിക്കുന്നു. വ അലാ സമഇഹിം, അവരുടെ കേൾവികളിലും ഒന്നും കേൾക്കാത്ത രൂപത്തിൽ, ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ മുദ്ര വെച്ച് കഴിഞ്ഞു. അത് മാത്രമല്ല, വ അലാ അബ്സാരിഹിം ഗിശാവ, അവരുടെ കാഴ്ചകളിൽ അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടികളുടെ മേൽ ഒരു മൂടിയുണ്ട്. ഗിശാവത്തുൻ എന്ന് പറഞ്ഞാൽ മൂടിന, ഗിശാവത്തുൻ. അത് നമ്മൾ നിർത്തുമ്പോഴാണ് ഗിശാവ എന്ന് പറഞ്ഞ് നിർത്തുക. ഇനി നിർത്തണില്ലെങ്കിലോ, وعلى أبصارهم غشاوة ولهم عذاب عظيم, അങ്ങനെ ഓതുക. അവിടെ കൂട്ടി ഓതുകയാണെങ്കിൽ. ഇനി അല്ല നിർത്തുകയാണെങ്കിലോ, وعلى أبصارهم غشاوة ولهم عذاب عظيم. ആ ഓത്ത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഇവിടെ എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയണത്? കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം, നബിയെ നിങ്ങൾ അവരെ താക്കീത് ചെയ്താലും താക്കീത് ചെയ്തിട്ടില്ലെങ്കിലും അവർ വിശ്വസിക്കൂല. എന്നിട്ട് അള്ളാഹ് പറയണം എന്തുകൊണ്ടാണ് അവർ വിശ്വസിക്കാത്തതെന്നറിയോ? അള്ളാഹു അവരുടെ കൽബിലും അവരുടെ കേൾവിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മുദ്ര വെച്ചിട്ടുണ്ട്. ഈ മുദ്ര വെക്കുക, ഖത്താമ എന്ന് പറഞ്ഞാൽ ഖാത്തിം. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേരാണ് ഖാത്തിമുൻ നബി, ഖാത്തമുൻ നബി എന്ന് കേട്ടിട്ടുണ്ടാവും. ഖാത്തമുൻ നബി എന്ന് പറഞ്ഞാൽ നബിമാരിൽ അവസാനത്തെ ആൾ, നബിമാരിൽ അവസാനത്തെ ആൾ. അവസാനത്തെ പറഞ്ഞ ഒരു മുദ്രയാക്കി, ഇനി അതിലേക്കൊന്നും ചേർക്കാനില്ല, ഇനി ഒന്നും ചേർക്കാനില്ല, ഒരു പ്രവാചകൻ ഇനി വരാനില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പ്രവാചകന്മാരുണ്ട് എന്ന് ആര് വാദിച്ചാലും അയാളെ ഇസ്ലാമിൽ കൂട്ടാത്ത അതുകൊണ്ടാണ്. അയാൾ പ്രകടമായി ഇസ്ലാം എന്ന് പുറത്താണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ഖാദിയാനികളെ പോലുള്ള ആളുകൾ പ്രകടമായി ഇസ്ലാം എന്ന് പുറത്താണെന്ന് പറയാനുള്ള കാരണം, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനാണ് എന്നവർ അംഗീകരിക്കുന്നില്ല. ഏതായിരുന്നാലും ഈ ഭാഗത്തേക്ക് ഒന്നുകൂടി വരാം, നമ്മുടെ ആ വിഷയം ഒന്നുകൂടി പറയാണ്. ഖാത്തം അല്ലെ, ഖാത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോതിരത്തിന് ആ ഒരു പേര് പറയും. എന്താണെന്ന് വെച്ചാൽ സീല് പോലെയാണ് മോതിരം വെക്കുക. ഇപ്പോൾ ഒരു കത്ത് സീല് ചെയ്ത് അയച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അതിലേക്കൊന്നും ചേർക്കാനില്ല, ഒന്നും ചേർക്കാൻ പറ്റൂല, അത് പൊട്ടിക്കാൻ പറ്റൂല, വേറൊരാൾക്ക് അതിലേക്ക് എന്തെങ്കിലും ചേർക്കാനോ അതിന് എന്തെങ്കിലും ഉടുക്കാനോ ഒന്നും പറ്റൂല. ഇവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രയോഗം പറയണത്. ഖത്തം അല്ലാഹ്, അള്ളാഹു സീല് വെച്ചു, അള്ളാഹു മുദ്ര വെച്ചു, അലാ ഖുലൂബിഹിം, അവരുടെ കൽബുകളിൽ അള്ളാഹു മുദ്ര വെച്ച് കഴിഞ്ഞു. ഈ സത്യനിഷേധികളുടെ കാര്യത്തിലാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ചെറിയൊരു ഭാഗം ഇതിൽ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആരുടെ ഹൃദയത്തിലാണ് മുദ്ര വെക്കുക? നല്ലോണം പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്, നല്ലോണം നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം. ഇത് പറയുമ്പോഴൊക്കെ നമ്മളെ ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കാഫിറുകളുടെ വിഷയത്തിൽ മാത്രമാണെന്ന്. ഇൻഷാ അല്ലാഹ് നമ്മളിതിൻ്റെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള ഇതിൻ്റെ ഫവായിദുകൾ, ഈ ഒരു ആയത്തിൽ നിന്നും എടുക്കാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് വിശദമായിട്ടൊന്ന് പറയാം. ഇവിടെ അള്ളാഹു ഹൃദയത്തിൽ മുദ്ര വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അയാൾ സ്വയം വഴിതെറ്റാണ്, സ്വയം അയാൾ റെഡിയാണ്, എനിക്ക് ഇസ്ലാമൊന്നും വേണ്ട, എനിക്ക് വേണ്ട തന്നെ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഫലമ്മ അസാഹു അസാഖ അല്ലാഹു ഖുലൂബഹും, അവൻ സ്വയം വഴി തെറ്റിയപ്പോൾ എന്ത് ചെയ്തു? അള്ളാഹു അവനെ ആ വഴി തെറ്റിയ വഴിയിലൂടെ വിട്ടു. അവന്റെ ഹൃദയത്തെ അള്ളന്നെ തെറ്റിച്ചളഞ്ഞു. ഓൻ അതിന് റെഡിയില്ല, ഓൻ കേൾക്കാൻ റെഡിയില്ല. അല്ലെ, നമ്മൾ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഓനക്ക് എന്ത് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ലാത്ത ആളുകൾ. അതെന്നെ ഈ പറയുന്നത്. അവിടെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് എത്ര ഉപദേശം കേട്ടിട്ടും ഒരുപാട് ആയത്തുകൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആയത്തുകൾ വായിക്കുന്നുണ്ട്, ഹദീസുകൾ പഠിക്കുന്നുണ്ട്, ഖുതുബകൾ കേൾക്കുന്നുണ്ട്, ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, ഇതൊക്കെ കേട്ടിട്ടും ഒരു മാറ്റവും ഇല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അയാള് കാഫിറിന് തുല്യമായിട്ടാണ്, കാഫിറിനോട് സാദൃശ്യപ്പെടുത്തിയിട്ടാണിത് ഈ ആയത്തിനെ പണ്ഡിതന്മാർ എണ്ണിയത്.
കാരണം അവർ കേൾക്കുന്നുണ്ട്, ആയത്ത് കേൾക്കുന്നു, ഹദീസ് കേൾക്കുന്നു, ദൃഷ്ടാന്തങ്ങൾ കാണുന്നു. അയാൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, ആളുകളെ കണ്ടിട്ടുണ്ട്, രോഗികളെ കണ്ടിട്ടുണ്ട്, അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കാണുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും അവൻ എന്ത് ചെയ്യണില്ല? അതിന്നൊരു മാറ്റം അവൻ ചെയ്യുന്ന തിന്മകൾ തിരുത്തുവാനോ നന്മകളിലേക്ക് നീങ്ങുവാനോ അള്ളാനെ ഭയപ്പെട്ട് ജീവിക്കാനോ അവൻ റെഡിയാവണില്ലെങ്കിൽ അവൻ കാഫിറിന് തുല്യാണ് ശരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പലപ്പോഴും നമ്മൾ പറയും, ഞാനൊക്കെ ഇങ്ങനെ ക്ലാസ്സൊക്കെ കേൾക്കും, അപ്പം ഇങ്ങോട്ട് ഒരു മാറ്റം ഉണ്ടാവും, പിന്നെ വീണ്ടും പഴയ പോലെ തന്നെ. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തിയിട്ടല്ല കേട്ടോ പറയണത്. പക്ഷേ നമ്മൾ ആലോചിക്കണം, നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണോ അല്ലേ എന്നുള്ളത്. ഒരു മാറ്റവും ഇല്ലാതിരിക്കുക അല്ലെ? ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചില ആളുകളെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ചില ആളുകളെ എന്തു പറഞ്ഞു കൊടുത്തതിനാലും ഒരു ഉപദേശം കിട്ടിയാൽ പോലും. ഞാൻ ഈ അടുത്ത് ഒരാളിനോട് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് പോയി. ആ സമയത്ത് ഞാൻ സംസാരം തുടങ്ങിയതും ഒരു കുട്ടി രണ്ട് ചെവിയും പൊത്തിയിട്ട്, അതായത് പിന്നെ ഒരു 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +1 പഠിക്കുന്ന കുട്ടിയായിരിക്കും. അത് രണ്ട് ചെവിയിലും വിരലിട്ടിട്ട് അങ്ങനെ പുറത്തിറങ്ങി. ഒരാളെന്നോട് അത് കണ്ടിട്ട് ഒരാളെന്നോട് പറയും, എന്താണ് നമ്മളെ മക്കൾ ഇങ്ങനെ ഇരിക്കണേന്ന്. കാരണം പറയണ്ട, എനിക്ക് കേൾക്കണ്ട, ഞാൻ കേൾക്കാൻ റെഡിയില്ല. ഇങ്ങനെയുള്ള ആളുകൾ. അല്ലെങ്കിലോ കേൾക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, ഒക്കെ കേൾക്കുന്നിട്ട് ഇങ്ങനെ ചിരിക്കും. ഇതൊക്കെ നിങ്ങൾ കേട്ടോളൂ, ഇതൊന്നും എനിക്ക് ബാധകല്ല എന്ന് പറയുന്ന ആളുകൾ. അള്ളാഹു അവരുടെ ഹൃദയത്തിൽ സീല് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പിന്നെ ഒരിക്കലും അത് തുറക്കാൻ കഴിയൂല നമുക്ക്. അവിടെ നമ്മൾ അള്ളാഹിനെ കുറ്റപ്പെടുത്തിയിട്ടല്ല, അള്ളാഹ് ഓനങ്ങോട് മാറ്റി എന്നല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹു കുറെ ആളുകൾ നരകത്തിൽ കൊണ്ട് പഠിച്ചിക്കല്ല, അവൻ ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവൾ ചെയ്തത് കൊണ്ടാണ്. ഓള് സ്വയം തീരുമാനിക്കുക. എന്തൊക്കെ നന്മ കിട്ടിയിട്ടും ശരി, മക്കൾ നന്നായാലും ശരി, ഉമ്മ നന്നാവില്ല. ഉമ്മ നന്നായാലും ശരി, അല്ലെങ്കിൽ പിന്നെ ഉമ്മ നന്നായിട്ടുണ്ടാവും, മക്കൾ നേരാവൂല. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണേ. സ്വയം വഴി തെറ്റണം എന്ന് തീരുമാനിച്ച ആളുകളെ അള്ളാഹ് അങ്ങോട്ട് വഴി തെറ്റിച്ചിട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ നല്ലോണം പേടിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? ഈ അള്ളാഹു ഹൃദയത്തിൽ മുദ്ര വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മകളുടെ ആധിക്യം. ആദ്യം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബേജാറുണ്ടാവും. പഠിച്ചോനെ, ഞാൻ ആ തെറ്റ് ചെയ്യാനല്ലോ, ഇതൊരു തെറ്റല്ലേ അല്ലേ? രണ്ടാമത്തെ തവണ ചെയ്യുമ്പോഴോ ആദ്യത്തിൻ്റെ അത്ര ബേജാറില്ല. മൂന്നാമതും നാലാമതും ചെയ്യുമ്പോഴോ ആ ബേജാർ അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മളത് സ്ഥിരമായിട്ട് ചെയ്യും, നമുക്കൊരു പ്രശ്നവും തോന്നൂല. തെറ്റുകളുടെ ആധിക്യം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അല്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കണേ, പണ്ട് കാലത്ത് ഒരു സിനിമ കാണുക എന്നുള്ളത് എത്ര വലിയ തെറ്റായിട്ടാണ് പലരും കണ്ടിരുന്നത്. നമ്മളെ വീട്ടിൽ ഒരിക്കലും ഇല്ല, TV നമ്മൾ വാങ്ങൂല, കേബിൾ നമ്മൾ എടുക്കൂല, സിനിമ നമ്മൾ കാണൂല എന്നൊക്കെ പറഞ്ഞതിൽ നിന്നും ഇന്ന് TV കാണുക എന്ന് മാത്രമല്ല, മൊബൈൽ കാണുക എന്നുള്ളത് മാത്രമല്ല, സിനിമക്ക് മഫ്ത ഇട്ടുകൊണ്ടും പർദ്ദ ധരിച്ചുകൊണ്ടും വരെ സിനിമ കാണാൻ വേണ്ടി സിനിമ തിയേറ്ററിലേക്ക് പോകുന്ന ആളുകൾ, അല്ല അഭിനയിക്കുന്ന ആളുകൾ, അതല്ല സംവിധാനം ചെയ്യുന്ന ആളുകൾ, അല്ല അതിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ട് വരെ മതസംഘടനകൾ വരെ മാറുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ വേണ്ടിയിട്ടല്ല കേട്ടോ പറയുന്നത്. പക്ഷെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതം നമ്മൾ ബാക്കിയുള്ളവരൊക്കെ പിടിയും, നമ്മളെ ജീവിതം മാത്രം എടുക്കുക. പല തെറ്റുകളും നമുക്ക് തെറ്റായിട്ട് തോന്നാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മളത് കുറേ കാലമായി ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നമുക്ക് തോന്നണത് അതൊന്നും ഒരു തെറ്റല്ല എന്ന്, അതൊന്നും ഒരു പ്രശ്നമല്ല. അവിടെയാണ് ഈ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു മനസ്സിലാ ഒരു മുദ്ര ഇട്ടു, അതുകൊണ്ട് മറച്ചു. അതുകൊണ്ടാണ് നമുക്ക് പലതും തെറ്റായിട്ട് തോന്നാത്തത്. എന്നാൽ അൽഹംദുലില്ലാ, നിങ്ങളിൽ പല ആളുകളും ജീവിതത്തിൽ മാറണം എന്ന ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു 30-ലധികം ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവത്തിൽ കേൾക്കുന്നത്. എത്ര ഗൗരവത്തിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇതിനും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. എനിക്ക് ഇന്നൊരു വിഷയമുണ്ട്, ഇതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ, 30-ലധികം ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനത് പറയാനുള്ള കാരണം, അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ പലതും തിരുത്തണമെന്ന ആഗ്രഹമുണ്ട്. എന്നാൽ അതിനൊക്കെ നിസാരവൽക്കരിക്കുന്നവരുടെ കാര്യത്തിലാണ് പറയണത്, അള്ളാഹു മുദ്ര വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കാൻ കഴിയൂല. അതേപോലെ തന്നെ അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണാം. ഒരാള് അള്ളാഹു അയാളുടെ ഹൃദയത്തിൽ മുദ്ര വെക്കുന്നതിന് തുല്യാണ്.
അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണാം. എന്താന്ന് വെച്ചാൽ എന്ത് കിട്ടിയാലും അയാൾക്ക് തൃപ്തി ഉണ്ടാവില്ല. എന്തെങ്കിലും വിശേഷം എന്താ ഇപ്പം അങ്ങനെ പോകണു, എല്ലാ സൗകര്യവും ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്, എന്നാലും അയാൾ പറച്ചിലതാക്കാൻ. അയാൾക്ക് പരാതി, അയാൾക്ക് പരാതിയോട് പരാതിയായിരിക്കും. വീട് കുറേ കാലമായിട്ട് അയാൾ പ്രാർത്ഥിച്ചു, പടച്ചോൻ വീട് കൊടുത്തു. ഇപ്പൊ വീടിന്റെ കാര്യത്തിൽ തൃപ്തി ഉണ്ടോ? ഇല്ല. അതിന്റെ ആ ഒരു പിന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇടക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെയിന്റ് പോയിട്ടുണ്ട്, അവിടെ ഇങ്ങനെ ഒരു മങ്ങല് വരുന്നുണ്ട്, ഇവിടെ സിമന്റ് പോയിട്ടുണ്ട്. എന്താ ഇപ്പൊ വീട് കിട്ടിയിട്ടും കാര്യമല്ല. നോക്ക്, അള്ളാഹു അയാൾ എത്രയോ കാലം പ്രയാസപ്പെട്ട് മറ്റുള്ളവന്റെ പിന്നെ സൗകര്യത്തിൽ മാത്രം ജീവിച്ചിരുന്നതിൽ, അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചതിൽ നിന്ന് അയാൾക്കൊരു സൗകര്യം കൊടുത്തപ്പോൾ അതിൽ നന്ദി കാണിക്കല്ല, അതിനും വില കുറച്ച്. എന്താ അപ്പൊ അത് കിട്ടിയത്? ഇത് ഇങ്ങനെയാണെങ്കിൽ കിട്ടേണ്ടിയില്ലായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ കിട്ടേണ്ടിയില്ലായിരുന്നു, ഇങ്ങനെ പറയുന്ന ആൾക്കാർ. അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യുക? വില കുറച്ച് കാണാം. അയാളെ മനസ്സിൽ മുദ്ര വെക്കാൻ സാധ്യതയുണ്ട്. അയാൾക്ക് എന്താ വെച്ചാൽ നന്ദിയില്ല, നന്ദികേടാണ്. നന്ദികേടിന്റെ വർത്താനം മാത്രമേ ഉണ്ടാകുള്ളൂ. അതേപോലെ തന്നെയാണ് ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം. ജീവിതം മുഴുക്ക ദുനിയാവായിരിക്കും. അയാൾക്ക് സംസാരിക്കാൻ ദുനിയാവേ ഉണ്ടാകുള്ളൂ. അയാൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സർക്കിള് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാര്, ചില ആളുകൾ നമ്മൾ അവരെ കാണുമ്പോൾ തന്നെ അവർ സംസാരിക്കുക, നമ്മൾ ആരാണ്, നമ്മൾ അവരോട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ പറയണത് ഞാൻ. ഒരാൾ നമ്മളെ കണ്ടാൽ അയാൾ നമ്മളോട് ദീന് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ ദീനുള്ള ഒരാളാണ്. അല്ല, അയാൾ കാണുമ്പോൾ തന്നെ വേറെ പല കാര്യങ്ങൾ, കുടുംബപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടിനെ കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ നമ്മളും അയാളുമായിട്ട് അങ്ങനെ എന്തൊക്കെയാണെന്നാണ്. നമ്മളെപ്പോഴും ആളുകളോടുള്ള ബന്ധം ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ദീനുമായിട്ടുള്ള ഒരു ബന്ധമാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. ഈ ദുനിയാവിനോട് പിന്നെ ആഗ്രഹം വെക്കണ്ട എന്നല്ല. ദുനിയാവ് നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് വീട് വെക്കാം, വാഹനം വാങ്ങാം, അതിലൊന്നും പ്രശ്നമില്ല. എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. ഇസ്ലാമിൽ ഇത്ര മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ എന്ന് നിയമമൊന്നുമില്ല. എത്രയും സമ്പാദിക്കാം. പക്ഷേ സമ്പാദിക്കുന്നത് ഹലാലായ മാർഗത്തിലൂടെ ആയിരിക്കണം. അത് ചെലവഴിക്കുന്നതും ഹലാലായ മാർഗത്തിലൂടെ ആയിരിക്കണം. അതിൻ്റെ കൃത്യമായ ഓഹരി നോക്കി അതിൻ്റെ പിന്നെ സക്കാത്തൊക്കെ കൊടുക്കുകയും ചെയ്യാം. എത്രയും സമ്പാദിക്കാം. പക്ഷെ വെറും ദുനിയാവ് മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾ, അതൊരു വിശ്വാസിക്ക് യോജിക്കണതല്ല. കാരണം അങ്ങനെ അവൻ ദുനിയാവിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ അവന്റെ പരലോകത്തിലേക്കുള്ള ഓരോ കാര്യങ്ങളും അവന് പ്രയാസാകും. അപ്പൊ ചില പലിശന്റെ ഇടപെടൽ പറയുമ്പോൾ എന്ത് ചെയ്യും? അതെ, ഇപ്പൊ ഞാൻ പലിശന്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് വലിയ നഷ്ടം വരും, അതുകൊണ്ട് അത് പറ്റൂല, ഞാൻ തൽക്കാലം ഇപ്പൊ ഇങ്ങനെ പോട്ടെ. ആ പലിശ തന്നെയാണ് എനിക്കറിയാം, പിന്നെ നോക്കാം, ഇപ്പൊ ഇങ്ങനെ പോട്ടെ തൽക്കാലം. ഇന്നത് അത് തെറ്റ് തന്നെയാണ് എനിക്കറിയാം, പക്ഷെ അതിങ്ങനെ പോട്ടെ. എന്താ? ദുനിയാവ് കിട്ടണം എന്നുള്ള ആഗ്രഹമാണ്. ദുനിയാവിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. അതല്ല ഒരു വിശ്വാസി എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം. ഇനി ഏഴാമത്തെ ആയത്ത് ക്ലിയർ ആണോ? ഏഴാമത്തെ ആയത്ത് ക്ലിയർ ആണോ? അല്ലേ? ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാബ. ഇവിടെ വഅലാ അബ്സാരിഹിം ഗിശാബ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിന് അള്ളാഹു ഒരു മൂടിയിടും. അഥവാ അവരുടെ കൽബ് കൊണ്ട് ചിന്തിക്കാനോ കാതുകൊണ്ട് കേൾക്കാനോ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു മുദ്ര വെക്കും. അവരുടെ കണ്ണിന് അള്ള ഒരു മൂടി വെക്കും. പിന്നെ അവർക്ക് ഒന്നും കാണൂല. കാണൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാഴ്ച പോകും എന്ന അർത്ഥത്തിലല്ല. അവർക്ക് അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണൂല, അവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കാണൂല, ഒന്നുമില്ലാത്തൊരവസ്ഥ. അവർക്ക് കാണുന്നത് മുഴുവൻ സത്യനിഷേധത്തിൻ്റെത് മാത്രമായിരിക്കും. ദീനിന്റെ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അവരുടെ കാര്യത്തിലാണ് പറയണത് വലഹും അദാബുൻ അദീം, കനത്ത ശിക്ഷ, കഠിനമായ ശിക്ഷ അവർക്കുണ്ട്. അതാണ് ഏഴാമത്തെ ആയത്ത്. ഇനി എട്ടാമത്തെ ആയത്തിലേക്ക് വരാം നമുക്ക്. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. എല്ലാവരും ശ്രദ്ധിക്കണില്ലേ? നേരത്തെ ആയത്ത് മനസ്സിലായെന്ന് വെച്ചപ്പോൾ ആകെ രണ്ടാളെ പ്രതികരിച്ചുള്ളൂ. രണ്ടല്ല, 2-3 ആൾക്കാർ പ്രതികരിച്ചു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഞാൻ നിങ്ങളവിടെ ഉണ്ടാവണം കേട്ടോ, നിങ്ങൾ കേൾക്കണേ. പിന്നത്തേക്ക് കേൾക്കാന്ന് പറയുമ്പോൾ പിന്നെ കേൾക്കൽ ഉണ്ടാവില്ല, പിന്നെ നമ്മൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക. അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കാം. എട്ടാമത്തെ ആയത്താണ് വമിനന്നാസി മൻ യഖൂലു. മൻ യഖൂലു ഓതുമ്പോൾ ശ്രദ്ധിക്കണം. മൻ യഖൂലു സുക്കൂനുള്ള നൂനിന് ശേഷം യാ വരികയാണ്.
മൻ യഖൂലു അങ്ങനെ പറയാൻ പാടില്ല. മൻ യഖൂൽ വമിനന്നാസി മൻ യഖൂലു ആമന്ന അങ്ങനെ ഓതാൻ പാടില്ല. മൻ യഖൂലു എന്നാ പറയാം. മയ്യ. ഓക്കെ. വമിനന്നാസി മൻ യഖൂലു ആമന്നാ മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. ഇവിടെ വമിനന്നാസ് ജനങ്ങളിൽ ചില ആളുകളുണ്ട്. ജനങ്ങളിൽ ചില ആളുകളുണ്ട്. മൻ യഖൂൽ പറയുന്നവരാണ്. മൻ ഒരുത്തൻ, യഖൂലു അവൻ പറയുന്നു, ആമന്നാ ബില്ലാഹ് ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, വബിൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിലും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, പരലോകത്തിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അള്ളാഹുവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അള്ളാഹ് പറയാണ് ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ പറയും ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, പരലോകത്ത് വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നു. വമാഹും ബിമുഅ്മിനീൻ എന്നാൽ അവർ സത്യത്തിൽ എന്തല്ല, വിശ്വാസികളല്ല. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. നമ്മളിപ്പോൾ മൂന്നാമത്തെ ആയത്താ പറയണത്, പക്ഷെ ഇത് മൂന്നാമത്തെ ഒരു വിഭാഗത്തെ കുറിച്ചാണ് പറയണത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജനങ്ങളിൽ 3 വിഭാഗം ഉണ്ട് എന്ന് പറഞ്ഞു. അതിലൊന്ന് മുഅ്മിനാണ്, 2 കാഫിറാണ്. മൂന്നാമത്തെ വിഭാഗം ആരായിരുന്നു? മൂന്നാമത്തെ വിഭാഗം ആരാ? മുനാഫിക് അല്ലെ, മുനാഫിക് അല്ലെങ്കിൽ കപട വിശ്വാസി എന്ന് പറയണം അല്ലെ. കപട വിശ്വാസി എന്താണ്? ഈ കപട വിശ്വാസി അല്ലെങ്കിൽ ആരാണ് കപട വിശ്വാസി, ആരാണ് മുനാഫിക് എന്ന് പറഞ്ഞാൽ ആരാണ് മുനാഫിക്? നിങ്ങൾ കേട്ടുക്കണോ മുനാഫിക്? ആരുടെങ്കിലും പേരാണോ അത്? അതല്ല അത് പിന്നെ എന്തെങ്കിലും ഒരു സ്വഭാവമാണോ? അങ്ങനെയുണ്ടോ? എന്താ സംഭവം? എന്താ? പുറമേ മാത്രം മുസ്ലിം. ഓക്കെ ഓക്കെ, നല്ലൊരു പോയിന്റാണ്. ഓക്കെ, നല്ലൊരു പോയിന്റാണ് പറഞ്ഞ്. ഓക്കെ, അവരുടെ സ്വഭാവം മനസ്സിൽ കപടത ഉണ്ടാകും. ഓക്കെ, എന്നാൽ നമുക്കത് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പറയാനുണ്ട്. നിഫാക്ക് വിശ്വാസത്തിലുള്ളതുണ്ട്, സ്വഭാവത്തിലുള്ളതുണ്ട്, കർമ്മത്തിലുള്ളതുണ്ട്, ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാനുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് ആയത്തുകൾ മുനാഫിക്കുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് വിശദീകരണങ്ങൾ പറയും. ആരാണ് മുനാഫിക്ക്, എന്താണ് അവൻ്റെ പ്രത്യേകതകൾ, ഒരാൾ നിഫാക്കിലാണെന്ന് എപ്പോഴാണ് നമ്മൾ പറയുക, അതേപോലെ തന്നെ നിഫാക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയത്തിനനുസരിച്ച് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. എന്താണ് നിഫാക്ക് അല്ലെങ്കിൽ ആരാണ് മുനാഫിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലുള്ള ആദർശത്തിനും ആശയത്തിനും വിരുദ്ധമായി നാവ് കൊണ്ടോ കർമ്മം കൊണ്ടോ പ്രത്യക്ഷത്തിൽ മറ്റൊന്ന് പ്രകടിപ്പിക്കുന്നവരെയാണ് ഷറഇൽ മുനാഫിഖ് അഥവാ കപട വിശ്വാസി എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഖൽബിൽ വേറെയും നാവിൽ വേറെയായിരിക്കും. നാവ് കൊണ്ട് എന്ത് ചെയ്യും? അയാൾ മുഅ്മിനാണ്, ഞാൻ ഇസ്ലാമിൽ തന്നെയാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കണ്ടല്ലോ, ഞാൻ നിസ്കരിക്കണകൾ കണ്ടിട്ടില്ലേ, ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാർ എല്ലാം ഉണ്ടാകും, അവർ എല്ലാത്തിലും ഉണ്ടാകും. പക്ഷേ അവരുടെ ഉള്ളിൽ ഇസ്ലാമിനോട് അങ്ങേയറ്റത്ത് വെറുപ്പായിരിക്കും. ഏത് നേരത്തെ ഞാൻ മുസ്ലിമായത്, ഇതൊന്നും ഒഴിവാക്കാൻ പറ്റൂലല്ലോ, എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങനെയുള്ള ആ ഒരു ചിന്തയുമായിട്ട് ജീവിക്കുന്ന ആളുകൾ, ഇസ്ലാമിൻ്റെ തകർച്ചയും മുസ്ലിമീങ്ങളുടെ വിഷമങ്ങളൊക്കെ സന്തോഷം കാണുന്ന ആളുകൾ. ഈ പിന്നെ മുനാഫിക്കിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറയാനുണ്ട് കേട്ടോ, വിശദമായിട്ട് പറയാനുണ്ട്. നമ്മൾ ആദ്യം ഒറ്റ കാര്യം മാത്രം പറയാം. മുനാഫിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന് നേരിടേണ്ടുന്ന മറ്റേതൊരു പ്രത്യക്ഷ ശത്രുവിനേക്കാളും അപകടകാരിയായ വിഭാഗമാണ്. നേരെ ശ്രദ്ധിക്കുക. മുഅ്മിൻ, അതിൻ്റെ താഴെ കാഫിർ, അതിൻ്റെ താഴെ മുനാഫിക്ക്. ഒന്നുകൂടി പറയാം. കാഫിറാണോ ഇസ്ലാമിൽ ഏറ്റവും വലിയ കുറ്റക്കാരൻ, അതല്ല മുനാഫിക്കാണോ? ആരാ? മുനാഫിക്കാകുക എന്നുള്ളതാണോ കാഫിർ ആകുക എന്നുള്ളതാണോ ഏറ്റവും വലിയ ഗൗരവം? മുനാഫിക്കാണ് കേട്ടോ. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ അടിത്തട്ടിലാണ്. ഇവിടെ നമ്മൾ നേരെ ശ്രദ്ധിക്കുക. ചില ആളുകൾ എന്തെങ്കിലും ഒരു വാക്ക് പിന്നെ ചിലപ്പോൾ ഒന്ന് പറഞ്ഞപ്പോൾ തെറ്റിച്ചു, അല്ലെങ്കിൽ കരാർ ലംഘിച്ചു, അപ്പൊ നമ്മൾ മുനാഫിക്കാണ്, ഓനൊക്കെ ശരിക്ക് കപടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിന്റെ അടിത്തട്ടിലാണെന്നല്ല ഇവിടെ ഉദ്ദേശിക്കണത്. ഇവിടെ ചില മുനാഫിക്കുകൾ ഉണ്ട്, അഥവാ നബിയുടെ കാലത്തുണ്ടായിരുന്ന
പേര് കൊണ്ട് അവർ മുസ്ലിമാണ്, നാവ് കൊണ്ട് അവർ മുസ്ലിമാണ്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കാരത്തിൽ അവർ മുസ്ലിമായി വരുന്നു, ജിഹാദിന് വേണ്ടി അവർ ഇറങ്ങുന്നു, എല്ലാം ഉണ്ടാകും. പക്ഷെ അവരുടെ ഉള്ളിൽ ഇസ്ലാമിനോട് വെറുപ്പാണ്, മുസ്ലിമിനോട് വെറുപ്പാണ്, അവർക്ക് സത്യനിഷേധത്തോട് കുഫ്റിനോടാണ് ഇഷ്ടം ഉണ്ടാകുക. അങ്ങനത്തെ ആളുകൾ ഇപ്പോഴുള്ള ചില ആളുകളുണ്ട്. അങ്ങനെ പേരൊരു മുസ്ലിം തന്നെയായിരിക്കും, പക്ഷെ അവർ പറയാൻ എന്താണെന്നറിയോ, ഇസ്ലാമില് സംഭവം ഞാനും മുസ്ലിം തന്നെയാണ്, പക്ഷെ ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും വെറുതെ പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ ഖുറാനിൽ അങ്ങനെ പലതും ഉണ്ടാവും, അതൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റും നമ്മള്. അങ്ങനെയൊക്കെ ഇപ്പോൾ വേഷം ധരിക്കാൻ പറ്റുമോ? ആ വേഷം ഒന്നും ഇപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ പണ്ട് അറബികളുടെ ഒരു വേഷമാണ്, അല്ലാതെ അതൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്യാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെ? അതായത് അള്ളാഹു റസൂൽ ഒരു കാര്യം പറയുമ്പോൾ അയാൾ സ്വന്തം അഭിപ്രായത്തിൽ അത് ഇങ്ങനെ നിഷേധിക്കുക, അവർക്ക് വേണ്ടത് എടുക്കുക, ബാക്കിയുള്ളത് തള്ളിക്കളയുക. ഇതൊക്കെ മുനാഫിക്കാകുന്ന ടീമുണ്ട്, കാഫിറായി പോകുന്ന ടീമുണ്ട്. എന്തായാലും മുഅ്മിൻ അങ്ങനെ ചെയ്യൂല, സത്യവിശ്വാസി ഒരിക്കലും അത് ചെയ്യൂല. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ക്ലാസ്സുകളിൽ വിശദമായിട്ട് പറയേണ്ട വിഭാഗമാണ് മുനാഫിക്കുകൾ. ആ സമയത്ത് നമുക്ക് ഇവരുടെ ചരിത്രവും അതേപോലെ തന്നെ ചെറിയ നിഫാക്ക്, വലിയ നിഫാക്ക്, അതേപോലെ തന്നെ പിന്നെ മുനാഫിക്കളുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ 3 ആയത്തുകൾ പറഞ്ഞു, അല്ലെ? ഈ ആയത്തൊന്നും കൂടി പറയാം. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. വമിനൻ നാസ്, ജനങ്ങളിൽ ചിലരുണ്ട്, മൻ യഖൂലു, അവർ പറയുന്നു, അല്ലെങ്കിൽ പറയുന്നവരായ ഒരുവൻ, ആമന്നാ ബില്ലാഹ്, അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, വബിൽ യൗമിൽ ആഖിർ, പരലോകത്തിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയുന്ന ചില ആളുകളുണ്ട്. വമാ ഹും ബിമുഅ്മിനീൻ, എന്നാൽ അവർ വിശ്വാസികളല്ല, അവർക്ക് ഈമാനില്ല, അവർക്ക് ഈമാനില്ല. ഇനി എന്താണ് ഈ ആയത്തുകളിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയാം? ഈ 3 ആയത്തുകളിൽ പ്രധാനമായും 10 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ആയത്തുകളിൽ പ്രധാനമായിട്ടും 10 കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് നമ്മൾ ഈ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നബിയെ സമാധാനിപ്പിക്കുന്ന ഒരു ഭാഗത്തിലുണ്ട്. നബിയെ, നിങ്ങൾ അവരെ താക്കീത് ചെയ്താലും നിങ്ങൾ അവരെ താക്കീത് ചെയ്തിട്ടില്ലെങ്കിലും ഒരു വിശ്വസിക്കൂലാണ്. അപ്പൊ നബിക്കൊരു സമാധാനം. ഇനിയിപ്പോ എന്റെ കാരണത്താൽ ഒരു ഇസ്ലാം ഒഴിവാക്കുന്ന ഒരു അവസ്ഥയല്ല, ഓരോ ഓൾറെഡി അങ്ങനെയാണ്. അങ്ങനെ നബിയെ സമാധാനിപ്പിക്കുന്ന ഒരവസ്ഥ ഇതിലുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ഒരാളുടെ ഹൃദയത്തിന് സീല് വെച്ചാൽ ആര് താക്കീത് ചെയ്താലും ഉപദേശിച്ചാലും അയാൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. അത് നമ്മൾ പറഞ്ഞു. ചില ആളുകളുടെ ഹൃദയത്തിൽ എന്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും കയറൂല. അല്ല, നമ്മളെ കുടുംബത്തിലുണ്ടാവും ചില ആൾക്കാർ, നമ്മളിങ്ങനെ പറയുമ്പോൾ ഇതിങ്ങനെ ചിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കളിയാക്കും. അല്ലെ? ഒരാളിങ്ങനെ നിസ്കരിക്കണം, പള്ളിക്കൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉടനെ പറയാൻ അറിയോ, എൻ്റെ കാര്യം പഠിച്ചതിനും കൂടിയും പറയൂ കേട്ടോ, നിങ്ങളുള്ള നിസ്കാരത്തിൻ്റെ ഒക്കെ ആൾക്കാരല്ലേ, നമ്മളിങ്ങനെയൊക്കെ പോട്ടടോ. ഇങ്ങനെ, അതായത് ഒന്നും ഒരു ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല. ഒരാൾ ഇസ്ലാമിക വേഷം ധരിച്ചു കാണുമ്പോൾ എന്താ അപ്പം ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? കുറച്ചൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളതാടോ. അല്ലാതെ ഈ പിന്നെ മരണത്തിന് ശേഷം ജീവിതം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു ഉപദേശവും അവരുടെ മനസ്സിനെ സ്വാധീനിക്കൂല. ഒന്നും കേട്ടിട്ട് ഒരു മാറ്റവും ഇല്ലാത്ത ആളുകൾ, അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവും. അത് കാരണം അത്രയേ ഉള്ളൂ, അള്ളാഹു ഹൃദയത്തിന് സീല് വെച്ചു. നമ്മളല്ല ആര് പറഞ്ഞിട്ടും ഏത് പ്രസംഗം കേട്ടിട്ടും കാര്യം ഉണ്ടാവില്ല, അയാൾക്കൊരു മാറ്റം ഉണ്ടാവില്ല. അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേട്ടിട്ടും ഉപദേശങ്ങൾ അറിഞ്ഞിട്ടും ഒരാൾക്ക് മാറ്റമില്ലെങ്കിൽ അയാൾ നിഷേധികളോട് സാദൃശ്യത്തിലാണ്. അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അയാൾക്ക് എന്ത് കിട്ടിയിട്ടും അയാൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അയാൾ കാഫിറായി പോകുന്നതിൻ്റെ അടയാളമാണത്. അയാൾ കാഫിറുകളോട് സാദൃശ്യപ്പെട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അയാളോട് ഉപദേശിക്കുന്നത് ആരാ? അള്ളാഹിന്റെ കലാമാണ്, നബിന്റെ വാചകമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അയാളത് സ്വീകരിക്കുന്നില്ല, ഉപദേശങ്ങളൊന്നും അയാൾക്ക് മാറ്റം വരുന്നില്ല എങ്കിൽ അയാളുടെ ഈമാൻ ഒന്ന് അളന്നു നോക്കട്ടെ. അയാള് കാഫിറായി പോകുന്നുണ്ടോ, അള്ളാഹു അയാളുടെ മനസ്സിൽ മുദ്ര വെച്ചിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ കുറേ ആളുകളിലേക്ക് നോക്കണ്ട, നമ്മളിലേക്ക് മാത്രം നോക്കുക. എന്തൊക്കെ ആയത്ത് കേട്ടിട്ടും ഏതൊക്കെ ഉപദേശങ്ങൾ കേട്ടിട്ടും ഇപ്പോഴും നമ്മൾ ഒഴിവാക്കാത്ത ചില തിന്മകളുണ്ട്, ഇതുവരെ നമ്മൾ തുടങ്ങാത്ത ചില നന്മകളുണ്ട്. അത് നന്മയാണെന്നും അതിൻ്റെ ഗൗരവം ഒരുപാടുണ്ടെന്നും നമുക്കറിയാം, പക്ഷേ എനിക്കത് വേണ്ട.
അത് തിന്മയാണ്, അത് വലിയ കുറ്റകരമാണ്, നരകം കിട്ടുന്ന കാര്യമാണ്, നരകത്തിലെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആയത്തുണ്ട്, ഹദീസുണ്ട്, ഒക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ എനിക്കത് ഒഴിവാക്കാൻ പറ്റണില്ല. പ്രിയപ്പെട്ടവരെ, ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യം ഇസ്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതായത് കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാവില്ല. അയാൾക്കാ പ്രശ്നം ഉണ്ടാകുക, അയാൾക്കാണ് പ്രശ്നം. മാറ്റാൻ കഴിയാത്ത ഒന്നുമില്ല. എന്ത് വലിയ കാര്യമാണെങ്കിലും എനിക്ക് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതൊന്ന് സംസാരിച്ചാൽ തീർക്കാവുന്നതേ ഉള്ളൂ. ഒട്ടുമിക്കതും അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അതിന് ചില കാര്യങ്ങൾ ഉണ്ടാകും, ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കൊന്നും കൂടി നന്നാകാം. ചില ആൾക്കാർ പറയും, ഞാൻ നല്ലോണം പാട്ട് കേൾക്കണേണ്, ഞാൻ നല്ലോണം സിനിമ കാണുകയാണ്, ഞാൻ നല്ലോണം ഇന്ന കാഴ്ചകൾ കാണുകയാണ്, ഇന്ന രൂപത്തിൽ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞാനിപ്പോൾ എങ്ങനെ അത് മാറുക? അവിടൊക്കെ പരിഹാരങ്ങളുണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതായത് ഒരാൾ തിന്മ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണല്ലോ അല്ല പറഞ്ഞത്. ഒരാൾക്ക് പറ്റാത്ത ഒരു കാര്യം അല്ല പറയില്ലല്ലോ. ഒരാൾക്ക് കഴിയാത്ത, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാൾക്ക് കഴിവില്ലാത്ത ഒരു കാര്യം അല്ല ഒരിക്കലും അയാളോട് കൽപ്പിക്കൂല. അയാൾക്ക് കഴിവുണ്ട്, കോപം നിയന്ത്രിക്കണം, അയാൾക്ക് പറ്റുന്നുള്ളത് കൊണ്ടാണ് ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്ന് പറഞ്ഞേ. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞത്, മോശത്തരങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? അത് ചെയ്യാതിരിക്കാൻ കഴിയും നമുക്ക്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം? റെഡി ആവുക എന്നുള്ളതാണ്. നമ്മൾ നിഷേധികളുടെ മാനസികാവസ്ഥയിൽ ഇരിക്കരുത്, സത്യനിഷേധികളെ പോലെ നമ്മൾ ഇരിക്കരുത്. നാലാമത്തത്, കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് ഹൃദയങ്ങളിലാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു വാചകമാണ്. നമ്മളിങ്ങനെ അല കുലൂബിഹിം എന്നുള്ളതുണ്ടല്ലോ, ആ കൽബുകളെ കുറിച്ചാണ് പറയുന്നത്. ഹൃദയങ്ങളിലാണ് എന്ത് ചെയ്യുക? കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള സൗകര്യം. അഞ്ചാമത്തത്, കാഴ്ചയും കേൾവിയുമാണ് ഹൃദയത്തിലേക്ക് ഹിദായത്ത് വരാനുള്ള വഴികൾ, അല്ലെ? അവിടെ സമഅഹിം അബ്സാരിഹിം രണ്ടും പ്രയോഗം പറഞ്ഞു. സമഅ എന്ന് പറഞ്ഞാൽ കേൾവിയാണ്, ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ചയാണ്. ഈ രണ്ടുമാണ് എന്ത് ചെയ്യുക? ഒരാളുടെ ഹൃദയങ്ങളിലേക്ക് എത്തുക. പക്ഷേ ആ ഹൃദയം മൂടിക്കഴിഞ്ഞാൽ, കാഴ്ചയും മൂടി, ഹൃദയം മൂടി, സമഅ മൂടി, പിന്നെ എന്ത് ചെയ്യൂല? പിന്നെ അയാൾ കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അള്ളാഹു നമുക്കെല്ലാം ഹിദായത്ത് നൽകുമാറാവട്ടെ. ആറാമത്തത്, ഇത്തരം നിഷേധികൾക്ക് ശിക്ഷയുണ്ട്. ഇങ്ങനെയൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടും അതൊന്നും സ്വീകരിക്കാൻ ഒരാൾ റെഡിയല്ലെങ്കിൽ അയാൾക്ക് അദാബുൻ അലീം, കഠിനമായ ശിക്ഷ, ശക്തിയേറിയ ശിക്ഷ അയാൾക്കുണ്ട്. ഏടം ഖുർആാനിന്റെ ഒരു സാഹിത്യ ശൈലി ഈ മൂന്നായത്തുകൾ ഉണ്ട്. ഈ മൂന്നാമത്തെ എന്നല്ല, ഇതിനു മുമ്പുള്ള ആയത്തുകൾ കൂടി ചേർത്തിട്ടാണ് പണ്ഡിതന്മാർ എണ്ണുന്നത്. ആദ്യം മുനാഫിക്കിനെ കുറിച്ച്, അല്ല ആദ്യം അസ്തഗ്ഫിറുല്ലാഹ്, ആദ്യം മുഅ്മിനിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ കാഫിറിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ മുനാഫിക്. ഏറ്റവും ടോപ്പിലുള്ളത് മുഅ്മിനാണ്, പിന്നുള്ളത് കാഫിറാണ്, ഏറ്റവും താഴെയാണ് മുനാഫിക് ഉള്ളത്. ആ ഒരു രൂപം കൂടി, ആ ഒരു ശൈലി കൂടി അതിലുണ്ട് എന്നുള്ളതാണ്. എട്ടാമത്തത്, കേവലം നാവ് കൊണ്ടുള്ള പറയൽ കൊണ്ട് മാത്രം മനുഷ്യന് ഉപകാരപ്പെടൂല. ഒരാള് നാവ് കൊണ്ട് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ മുഅ്മിനാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അയാൾ വിശ്വാസിയല്ല. നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, അയാളുടെ ജീവിതത്തിലൂടെ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വിശദീകരിച്ച് പറയാനുള്ളതാണ്. കപട വിശ്വാസി, അതായത് മുനാഫിക് ഒരിക്കലും മുഅ്മിനല്ല, സത്യവിശ്വാസിയല്ല. മുനാഫിക് വേറെ തന്നെയാണ്, മുഅ്മിന് വേറെ തന്നെയാണ്, രണ്ടും ഒന്നല്ല. കപട വിശ്വാസിക്ക് വേണമെങ്കിൽ മുസ്ലിം ആകാൻ പറ്റും. ഓ ഞാൻ ആമന്ന എന്ന് പറയണ്ട, ആമന്ന എന്ന് പറയണ്ട, അസ്ലംന എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. ഞാൻ വിശ്വസിച്ചു എന്ന് പറയണ്ട, ഞാനതാ കീഴ്പ്പെട്ടിട്ടുണ്ട്, ഞാൻ മുസ്ലിം ആകാൻ റെഡിയാണ്, ഞാൻ മുസ്ലിം ആയിക്കണം. മുസ്ലിമായി എന്ന് ആർക്കും പറയാം, ഞാൻ മുസ്ലിമാണെന്ന് പറയാം. പക്ഷെ മുഅ്മിനാണെന്ന് പറയണമെങ്കിൽ അത് ഈമാനോട് കയറിയാൽ മാത്രമേ ഉണ്ടാകുള്ളൂ. ഇൻഷാ അല്ലാഹ് ആ മുസ്ലിം മുഅ്മിൻ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പിന്നീട് പറയാട്ടോ. ഇപ്പം നമ്മൾ ആ വിഷയം അല്ലാത്തത് കൊണ്ടാണ് അതിലേക്ക് കൂടുതൽ പോകാത്തത്. പത്താമത്തത്, ഈമാൻ ഉണ്ടെങ്കിൽ നാവും ഹൃദയവും യോജിച്ച് വരൽ അനിവാര്യമാണ്. ഒരാൾക്ക് ഈമാൻ ഉണ്ട് എന്നതിൻ്റെ അടയാളം അയാളുടെ നാവിൽ മാത്രമല്ല, ഹൃദയത്തിൽ കൂടി ആ ഈമാൻ ഉണ്ടാകും. ഹൃദയത്തിലുണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ നാവിലും കർമ്മത്തിലും അവയവങ്ങളിലും ഒക്കെ ഉണ്ടാകും. മറ്റേതോ നാവിൽ മാത്രമായിരിക്കും ഞാൻ വിശ്വസിച്ചു എന്ന് പറയല്ലാതെ അയാളുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള 10 കാര്യങ്ങൾ. നമുക്ക് ഒന്നും കൂടി ആയത്തോതാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, സമയം കുറച്ച് ദീർഘിച്ചു, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. أعوذ بالله من الشيطان الرجيم. ഓതണേ, എല്ലാവരും ഓതിക്കോളി. إن الذين كفروا سواء عليهم أأنذرتهم
أنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. ഓക്കെ, അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ നമ്മുടെ 8 ആയത്തുകളും അവസാനിച്ചു. 8 ആയത്തുകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച ആകുമ്പോഴേക്ക് മുഴുവനായിട്ട് മനഃപ്പാഠമാക്കുക. അതോടൊപ്പം കൃത്യമായിട്ട് പഠിക്കുക. ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധയോടുകൂടി തന്നെ കൊണ്ടുപോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് നമ്മൾ വിശദീകരിച്ച കാഫിറിൻ്റെയോ മുനാഫിക്കിൻ്റെയോ വിശ്വാസത്തിലോ സ്വഭാവത്തിലോ ഉൾപ്പെടാതെ പരിപൂർണ മുഅ്മിനായി വിശ്വാസിയായി ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ക്ലാസ്സിലും നമ്മുടെ ഈ കോഴ്സിലൊക്കെ പഠിക്കുന്ന ചില സഹോദരിമാർ അവരുടെ ചില പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചില ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഉള്ള ആളുകളുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം അസുഖം പരിപൂർണമായ ശമനം നൽകുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും സമാധാനവും സന്തോഷവും അള്ളാഹു നൽകുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നാളെ പരലോകത്ത് 3 വിഭാഗം ജനങ്ങളിൽ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വർഗത്തിന്റെ അവകാശികളായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.